ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് എടുത്ത് ലക്സംബർഗ് സിറ്റി സെൻറ്ററിലെത്തി. സിറ്റി സെൻറ്ററിൽ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴാണ് അങ്ങ് ദൂരെയായ ഒരു ഫെസ്റ്റിവൽ കാണുന്നത്. എന്നാൽ പിന്നെ അതെന്താണെന്ന് നോക്കിയിട്ടാകാൻ കാര്യം എന്നായി. ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വഴികളിലെല്ലാം നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ലക്സംബർഗ് സിറ്റി സെൻറ്ററിൽ ഗോൾഡൻ ലേഡിയോട് ചേർന്നാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒറ്റ കാഴ്ചയിൽ ഒരു കുട്ടികളുടെ ഫെസ്റ്റിവൽ പോലെയുണ്ട്. എന്തായാലും ഒന്ന് നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളുകളും ഉത്സവ പറമ്പുകളും ഒക്കെയാണ്. ആനമയിൽ ഒട്ടകവും അങ്ങനെ എല്ലാം അവിടെയും ഉണ്ടാകും. ഇങ്ങോട്ട് നോക്കിക്കേ, അടുത്തതായി ഒരു ട്രംബോലിനാണ്. അവിടെ കുട്ടികളൊക്കെ ചാടി കളിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ചാടുകയാണോ പറക്കുകയാണോ എന്ന് കൺഫ്യൂഷനാണ്. എന്നാലും ചാടുന്നതിനിടയ്ക്ക് ചിലരൊക്കെ തലകുത്തി മറിയാനും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഉത്സവ പറമ്പുകളിലേതുപോലെ തന്നെ ഇവിടെയും കച്ചവടക്കാരുണ്ട്. ഈ ഒരു ചേട്ടനാണ് കരകൗശല സാധനങ്ങളാണ് വിൽക്കുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത് വില്ലേജ് ലക്സംബർഗ് ആണ്, അതായത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് ചാരിറ്റി ഫണ്ടിലോട്ടാണ് പോകുന്നത്. അതായത് ഇൻ്റർനാഷണൽ സോഷ്യൽ സർവീസ് പ്ലാറ്റ്ഫോമുകളായ റെഡ് ക്രോസ്, യുണിസെഫ്, അതുപോലെ SOS വില്ലേജിലോട്ടൊക്കെ. ഈ ഒരു ഫെസ്റ്റിവൽ സൈറ്റിലൂടെ നടക്കുമ്പോൾ പണ്ട് അരങ്ങാമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്ന കാലമാണ് ഞാൻ ഓർത്തത്. അന്നൊക്കെ നമുക്ക് മെയിനായിട്ട് മേടിച്ച് കിട്ടുന്ന കളിപ്പാട്ടം എന്ന് പറയുന്നത് മത്തങ്ങ ബലൂണും അതുപോലെ പൊട്ടാസ് തോക്കൊക്കെ ആയിരുന്നു. ഇതാണ് ഡെക്ക് ക്യാച്ചിങ് ഗെയിം. സിമ്പിളായി പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന പ്ലാസ്റ്റിക് താറാവിനെ കുളത്തിട്ട് പിടിക്കുക. ഓരോ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലക്സംബർഗിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫെസ്റ്റിവൽ സൈറ്റ്സിലും ഇങ്ങനത്തെ ഓരോ ഗെയിംസ് അറേഞ്ച് ചെയ്യാറുമുണ്ട്.
എല്ലാ ഉത്സവപ്പറമ്പുകളിലേതും പോലെ തന്നെ ഇവിടുത്തെയും മെയിൻ അട്രാക്ഷനാണ് ഫുഡ് സ്റ്റാളുകൾ. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ റെസ്റ്റോറൻറ്റ് അതുപോലെ ഫുഡ് സൈറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വലിയ താല്പര്യമാണ് താനും. നിങ്ങൾ ഏത് ഫെസ്റ്റിവൽ സൈറ്റിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെയും ഫുഡ് സ്റ്റാളുകളിൽ അതുപോലെ ഗെയിം കണ്ടക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് കാണുക. ഇവരുടെ ഒരു ഡ്രസ്സിങ് അതുപോലെ പ്രസൻറ്റേഷൻ സ്റ്റൈല് പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ സെറ്റപ്പൊക്കെ വളരെ അട്രാക്റ്റീവ് ആണല്ലേ. ഇവർ ഈ ക്രേപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കേ. ഒരാൾ ബേസ് ഉണ്ടാക്കുന്നു, മറ്റൊരാൾ പാക്ക് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് അവർക്കാണ് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു കറങ്ങുന്ന ഊഞ്ഞാല്. അതാണ് അത്യാവശ്യം ഫാസ്റ്റിലാണ് മൂവ് ചെയ്യുന്നതും. ഈ ഒരു പ്രായത്തിൽ ഇവർ ഇതിലൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ. ഇത് നോക്കിക്കേ, നമ്മുടെ നാട്ടിലെ മുറുക്ക് പോലത്തെ ഒന്ന് ഇവിടെ വിൽക്കുന്നുണ്ട്. താഴെയുള്ള ബേസിനിൽ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അച്ചിലൂടെ വരുന്ന ബാറ്റർ പ്രസ് ചെയ്തിടുന്നു, വറുത്ത് കോരുന്നു. എന്ത് സിമ്പിളല്ലേ. അതുപോലെ ഇത് 3 സൈസിൽ ഇവിടെ മേടിക്കാൻ കിട്ടും. സ്മോള്, മീഡിയം അതുപോലെ XXL. 3നും 3 പ്രൈസുമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് വട്ടത്തിലാണെങ്കിൽ ഇവിടെ ഇത് നീളത്തിലാന്നേ ഉള്ളൂ. അത്ര ഡിഫറൻസ്. ഗെയിംസിൻ്റെ, ടോയ്സിൻ്റെ, സ്നാക്സിൻ്റെ അങ്ങനെ വേറെ ഒരുപാട് ഷോപ്പുകളും ഇവിടെയുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം കുട്ടി ട്രെയിനുകൾ ഉത്സവപ്പറമ്പുകളിലും മറ്റും ഉണ്ടായിരുന്നില്ലേ. കുട്ടിക്കാലം ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ എത്ര വലുതായാലും നമ്മുടെ കുട്ടിക്കാലം ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. സീസണൽ ഫെസ്റ്റിവലിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു സിറ്റി സ്കൈലൈനർ. ഉയരക്കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. കാഴ്ചകളൊക്കെ കണ്ടു നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇവിടെ സമ്മർ ആകുമ്പോൾ നേരം ഇരുട്ടുന്നത് വളരെ താമസിച്ചാണ് കേട്ടോ. ഇപ്പോൾ സമയം രാത്രി 11 മണിയായി. എങ്കിലും അത്യാവശ്യം വെളിച്ചം അവിടെ ഇവിടെ ഉണ്ട്. ഓരോ യാത്രകളും പുതിയ കാഴ്ചകൾക്കൊപ്പം പുതിയ അനുഭവങ്ങളുമാണ്.
അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്.